ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ കർക്കിടക വാവാണ്, ഓഗസ്റ്റ് മാസം 12-ാം തീയതി. നാളത്തെ ദിവസത്തിന് ശേഷം ഒരു 7 രാശിക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. 7 രാശിയിൽപ്പെട്ട നക്ഷത്രജാതകരുടെ തലവര തെളിയുന്ന സമയം യോഗഫലങ്ങൾ അനുഭവത്തിൽ ലഭിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു വാവിന് ശേഷം ഈ ഒരു യോഗഫലങ്ങൾ അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കിയാൽ, പ്രപഞ്ചത്തിൻ്റെ പരിപൂർണനായിട്ടുള്ള ശുഭഗ്രഹമായ വ്യാഴം കഴിഞ്ഞ ജൂലൈ 14 മുതൽ ഈ ഓഗസ്റ്റ് 12 വരെയുള്ള സമയം സൂര്യനോട് വളരെ അടുത്ത് സഞ്ചരിച്ചിരുന്നതിനാൽ അസ്തമനം ബാധിച്ച അവസ്ഥയിലായിരുന്നു. അസ്തമനമെന്ന് പറയുന്നത് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ശുഭത്വം, ശക്തി പരിപൂർണമായി നഷ്ടപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് വ്യാഴമാറ്റം ജൂൺ 2 കഴിഞ്ഞതിന് ശേഷം ആ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ അത്രത്തോളം ഈ പറയുന്ന 7 രാശിക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം കഴിഞ്ഞ ആ ഒരു ജൂലൈ 14 മുതൽ അസ്തമനം ബാധിച്ച അവസ്ഥയിലായിരുന്നതിനാൽ വ്യാഴത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ, ഗുണഫലങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ഓഗസ്റ്റ് 12 ആ ഒരു കർക്കിടക വാവ് കഴിയുന്നതോടുകൂടി വ്യാഴം അതിൻ്റെ പരിപൂർണ ബലത്തിൽ കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനാവുകയാണ്. ഇനി മുതലാണ് നിങ്ങൾ 7 രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, നിങ്ങളുടെ തലവര വിധി തന്നെ മാറിമറിയുന്ന തരത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ഈ 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം നിങ്ങൾക്കാർക്കെങ്കിലും വ്യാഴ മഹാദശ നടക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണെങ്കിൽ, സ്വന്തം ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെയൊക്കെ ദശ നടക്കുന്നവർക്ക് 10 മടങ്ങ് ഇരട്ടി ഗുണഫലങ്ങൾ ലഭിക്കും. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നതും മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയുവാൻ സാധിക്കും. നാളെ വാവിന് ശേഷം തലവര മാറുന്ന യോഗഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓം ഭദ്രകാളിയേ നമഃ. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ സമയം മാറുകയാണ്. മേടം രാശിക്കാർക്ക് ഇപ്പോൾ 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാഴം വാവിന് ശേഷം പൂർണ്ണ ബലത്തിൽ ആ കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനാവുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പരിപൂർണമായി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. 4-ാം ഭാവം സുഖസ്ഥാനമായതുകൊണ്ട് മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളൊക്കെ പരിപൂർണമായി വിട്ടുമാറും. മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ നിന്ന് മോചിതരാകുന്ന കാലഘട്ടം. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, ആ രീതിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പരിപൂർണമായി വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന സമയം. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ മേടം രാശിക്കാരായ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ അധിപതിയാണ്. ആ ഭാഗ്യാധിപതി സുഖസ്ഥാനത്ത് പൂർണ്ണ ബലവാനായി വാവിന് ശേഷം വരുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. അതായത് പുതിയ ജോലി ലഭിക്കുക, സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള യോഗം, സ്വന്തമായി ഗൃഹം നിർമ്മിച്ച് ഗൃഹപ്രവേശം നടത്തുവാൻ വരെയുള്ള യോഗം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക, മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കുക, അതുപോലെ വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങൾ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയം, അനുയോജ്യമായ മംഗല്യഭാഗ്യം, പുനർവിവാഹയോഗം, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങൾ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്ന സമയം. ഈ രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ, നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർ വിദ്യാഭ്യാസമോ വിദേശ പഠനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരിക. ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ജോലി ലഭിക്കുക.
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കുറേ നാളുകളായി ലഭിക്കാതിരുന്ന പല നേട്ടങ്ങളും വന്നു ചേരുക. മേടം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല വിഷമതകളും വിട്ടുമാറി ദാമ്പത്യ സുഖം, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢത വരിക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അത്രമേൽ നല്ല ഗുണാനുഭവങ്ങൾ, മാറ്റങ്ങളാണ് മേടം രാശിക്കാരായ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. വ്യാഴമാറ്റത്തിൻ്റേതായിട്ടുള്ള പരിപൂർണ ഫലമാണ് വാവിന് ശേഷം ലഭിക്കുക. വ്യാഴം പൂർണ്ണബലത്തിൽ വരുമ്പോൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ, നേട്ടങ്ങൾ, പൂർവിക വഴി ലഭിക്കേണ്ട സ്വത്തുവകകൾ, അങ്ങനെ എല്ലാ നന്മകളും ഈ ഒരു സമയം മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ തലവര തന്നെ മാറുന്ന തരത്തിൽ അപ്രതീക്ഷിതമായ യോഗഫലങ്ങൾ, നന്മകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അനുഭവത്തിൽ വരുന്നത്. പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഈ മാറ്റം വാവിന് ശേഷം അനുഭവത്തിൽ വരും. എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും സുഖാനുഭവങ്ങളും ലഭിക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാകുന്ന സമയവും കൂടിയാണ്. എല്ലാ തരത്തിലും മേടം രാശിക്കാർക്ക് സമയം വളരെ വളരെ ഉത്തമമാണ്. ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന വിദേശ യാത്ര അനുഭവത്തിൽ വരും. ആഗ്രഹിച്ച തീർത്ഥാടന സ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് മേടം രാശിക്കാർക്ക് അനുഭവത്തിലുണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ആരംഭിക്കുന്നു. ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം അത്രത്തോളം ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി അറിയണമെന്നുള്ളവർക്ക് ഈ സമയം സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുന രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ധനപരമായ സ്ഥാനം, രണ്ടാം ഭാവമായ ധനസ്ഥാനത്ത് വ്യാഴം പൂർണ്ണബലത്തിൽ വരുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പരാധീനതകളൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയം. വ്യാഴമാറ്റത്തിൻ്റെ പൂർണ്ണഫലം ലഭിക്കുന്നത് ഈ ഒരു വാവിന് ശേഷമാണ്. നിങ്ങളെ സംബന്ധിച്ച് എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും തീർച്ചയായും അതിനൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് പണം കൈകളിൽ വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഈ ഒരു സമയത്ത് വന്നു ചേരും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ച പലരും തിരിച്ച് ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന പണം പോലും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന സമയമാണ്. അവരവരുടെ കുടുംബത്തിൽ സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയം. അഭിപ്രായ വ്യത്യാസങ്ങൾ വിട്ടുമാറി കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേരുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ സമയത്ത് ലഭിക്കും. പ്രത്യേകിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു അനുഭവമാണ് ഈ ഒരു സമയത്ത് ലഭിക്കുക. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിലും അതൊക്കെ പരിപൂർണമായി പരിഹരിക്കപ്പെട്ട് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. പല കാര്യകാരണങ്ങളാൽ രണ്ടിടങ്ങളിലായി കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ഒരിടത്ത് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിൽ നല്ല ഗുണാനുഭവങ്ങളും ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കുടുംബത്തിൽ സമാധാനം, സന്തോഷമുണ്ടാകും. പലർക്കും ഈ ഒരു കാലയളവിനുള്ളിൽ സ്വന്തമായ ഭൂമിക്കുള്ള യോഗം, ഒരു ഗൃഹം നിർമ്മിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള യോഗം, നല്ല മംഗളകരമായ വിവാഹം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, സന്താന ഭാഗ്യം തുടങ്ങി പല നല്ല കാര്യങ്ങളും അവരുടെ കുടുംബത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. പ്രത്യേകിച്ചും കർമ്മസംബന്ധമായി വളരെ വലിയ മാറ്റമാണ് മിഥുന രാശിക്കാരെ കാത്തിരിക്കുന്നത്. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ല ജോലി ലഭിക്കുന്ന സമയമാണ്. വിദേശ ജോലിക്ക് കഴിഞ്ഞ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി മറ്റൊരു സ്ഥാപനത്തിലേക്കൊരു മാറ്റം ആഗ്രഹിച്ച് പരിശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കും. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് അനുഭവത്തിൽ വരുന്ന സമയമാണ്. അങ്ങനെ കർമ്മസംബന്ധമായി വളരെ വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ട് ലഭിക്കുവാനുള്ളത്.
നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം എന്താണോ അതിൽ കൂടെ നിങ്ങൾക്ക് ധാരാളം ധനവരുമാനം ലഭിക്കുന്ന ഒരു സമയവുമാണ്. സ്വന്തമായി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തി വന്നിരുന്നവർക്ക് അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി അതിലൊക്കെ നല്ല സാമ്പത്തിക പുരോഗതി ലഭിക്കും. പലർക്കും പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കഴിയും. പാർട്ട്ണർഷിപ്പിലൊക്കെ പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ കഴിയുന്ന സമയവുമാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ല വിലയും മതിപ്പുമൊക്കെ ലഭിക്കുന്ന സമയം. അപ്രതീക്ഷിതമായി ഒരുപാട് സൗഭാഗ്യങ്ങളാണ് മിഥുനരാശിക്കാർക്ക് ലഭിക്കുന്നത്. മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും പ്രായത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് വന്നു ചേരും. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു മംഗല്യഭാഗ്യം ഈ സമയത്ത് മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും. പുനർവിവാഹത്തിനും നിങ്ങൾക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. പൊതുവെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം, നിങ്ങളുടെ തലവര തന്നെ മാറുന്ന തരത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി, മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ സമയത്ത് അവരവരുടെ സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരുടെ സമയം മാറുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് കർക്കിടകം രാശിയിൽ തന്നെ വ്യാഴം ഉച്ചസ്ഥനാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി ആ വ്യാഴം അസ്തമനം ബാധിച്ച ഒരവസ്ഥയിലായിരുന്നത് കൊണ്ടാണ് കർക്കിടകം രാശിക്കാർക്ക് ആ വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ അത്രത്തോളം ലഭിക്കാതിരുന്നത്. അത്രത്തോളം എന്നല്ല, ആ ഗുണഫലങ്ങളെ ലഭിക്കാതിരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് വാവിന് ശേഷം നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണഫലം അനുഭവത്തിൽ വരും. അതെങ്ങനെയുള്ള ഫലങ്ങളാണ് എന്ന് നോക്കിയാൽ, വ്യാഴം നിങ്ങൾക്ക് രോഗശത്രുസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാറ്റി ജീവിതത്തിൽ പോസിറ്റീവ് ഗുണാനുഭവങ്ങൾ നൽകുന്ന ഗ്രഹം. കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ സാമ്പത്തിക പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ മാറ്റി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അതിന് ഒരു സ്ഥിരത നൽകുന്ന ഗ്രഹമാണ്. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒന്ന് മുന്നോട്ട് മാറുവാനായിട്ടുള്ളൊരു വഴി ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു കിട്ടും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടാനുള്ള ഈശ്വരാനുഗ്രഹം, അവസരം നിങ്ങളിലേക്ക് ലഭിക്കുമെന്നുള്ളതാണ്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഴിഞ്ഞ കുറേ നാളുകളായി ഏതെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി ആശുപത്രി തോറും കയറി ഇറങ്ങുന്നവർ, അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം, നടത്തിവരുന്ന ചികിത്സകൾ പൂർണ്ണ ഫലത്തിലെത്തുക, ആരോഗ്യം പൂർണ്ണമായി വീണ്ടുകിട്ടി രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒക്കെ എത്ര നന്മ ചെയ്താലും തിരിച്ചൊരു നല്ല വാക്ക് പോലും ലഭിക്കാതെ നിങ്ങളെ ഒരു ശത്രുതാ മനോഭാവത്തോടെ കണ്ട് പെരുമാറിയിരുന്ന ആ ഒരവസ്ഥകളൊക്കെ വിട്ടുമാറി ആ ശത്രുതാ മനോഭാവപരമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ മാറി നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിങ്ങൾക്കൊരു സുഖം, സമാധാനം ലഭിക്കുന്ന ഒരു സമയം. ജീവിതം പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് വിട്ടുമാറി ഒരു സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ കഴിയും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിലൊക്കെ പൂർണ്ണമായിട്ടൊരു മാറ്റമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കുന്ന സമയം. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള ശക്തികളും നിങ്ങളെ വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വരുന്നു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കർക്കിടകം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫലത്തിൽ ലഭിക്കുന്ന സമയം. ഒരു പുതിയ ജോലിക്ക് പരിശ്രമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി ലഭിക്കുന്ന സമയം. പ്രത്യേകിച്ചും ഒരു അധ്യാപക രീതിയിലുള്ളൊരു ജോലി പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധ്യാപനം, അങ്ങനെ നല്ലൊരു ആ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. പലർക്കും ഒരു പ്രൈവറ്റ് സ്കൂളിൽ നിന്നൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് ഒരു സ്ഥിര നിയമനത്തോടുകൂടി ആ ഒരു ജോലി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുകയും ചെയ്യും. ഗവൺമെൻറ് ജോലി ലഭിക്കുന്ന സമയം. പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുക,
ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലും ബിസിനസ്സിലുമൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. പലർക്കും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഭൂമി യോഗം ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് കർക്കിടകമെന്ന് പറയുന്ന രാശി ചന്ദ്രൻ്റെ രാശിയാണ്. ആ രാശിയിലാണ് വ്യാഴം പൂർണ്ണ ബലവാനാകുന്നത്, ഉച്ചസ്ഥനാകുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സ് തെളിയും, മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. ചിലർക്ക് നല്ലൊരു ജോലി ലഭിക്കുക, അല്ലെങ്കിൽ സ്വന്തമായ ഭൂമി വാങ്ങുക, ഒരു ഗൃഹം നിർമ്മിക്കുക, അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള വിവാഹം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക. ഇങ്ങനെ പല തരത്തിലായിരിക്കും. നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങൾക്കനുസരിച്ചും ആ ഒരു മാറ്റം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. വിദേശ ജോലി, വിദേശവാസമൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. പിതൃ സ്വത്ത് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അനുയോജ്യമായ വിവാഹയോഗം, മംഗല്യഭാഗ്യം ഈ ഒരു സമയത്ത് വ്യാഴം നൽകും. ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ കാലഘട്ടം അത്രമേൽ ശുഭത്വമുള്ളതാണ്. വണ്ടി വാഹന യോഗങ്ങളും ഈ ഒരു സമയത്ത് കർക്കിടകം രാശിക്കാർക്ക് അനുകൂലമായി ലഭിക്കും. കർക്കിടകം രാശിയിൽ വരുന്ന ഓരോ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം, ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. ഇനി സ്വന്തം ജീവിതത്തിൽ മുന്നോട്ട് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ സ്വന്തം ജനന ജാതകം ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം സർവാഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിൽ ഉച്ചസ്ഥനാകുന്ന, പൂർണ്ണ ബലവാനാകുന്ന സമയമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന സമയമാണ്. സർവാഭീഷ്ടമായ 11-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മംഗളകരമായി ജീവിതത്തിൽ അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. അത് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് ഫലത്തിൽ അനുഭവത്തിൽ വരുന്ന സമയം. 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവെന്ന് പറയുന്ന ആ പാഴ്ചിലവ് പരിപൂർണമായിട്ടും വിട്ടുമാറി നിങ്ങളുടെ കൈകളിൽ വരുന്ന പണം നിങ്ങൾക്ക് ശുഭമായിട്ടുള്ള, മംഗളകരമായിട്ടുള്ള ചിലവുകൾ നടത്താൻ സാധിക്കും. അവരവരുടെയും കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്കും സ്വന്തമായൊരു സമ്പാദ്യം ലഭിക്കുന്ന ഒരു സമയവുമാണ്. പലരെയും സംബന്ധിച്ച് കന്നിരാശിക്കാർക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ഒരു നല്ല ജോലി ലഭിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായി പരിശ്രമിക്കാം. നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ല ജോലി ലഭിക്കുന്ന സമയം. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന സമയം. ഒരുപാട് നാളുകളായി ലഭിക്കാതിരുന്ന പദവി ഉയർച്ച, പദവി മാറ്റം, ഇടം മാറ്റം, സ്ഥാനമാറ്റമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നതാണ്. വിദേശ ജോലി ഭാഗ്യവും പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയും ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ സമയത്ത് വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയമാണ്. വിദ്യാഭ്യാസത്തിന് ആഗ്രഹിച്ചാൽ അത് ലഭിക്കും. ഉയർന്ന ജോലിയും വിദേശ ജോലിയും ഒക്കെ ലഭിക്കുന്ന സമയം. അനുയോജ്യമായ വിവാഹയോഗം ലഭിക്കുന്ന സമയമാണ്. സ്വന്തമായ ഭൂമി വാങ്ങാനും ഗൃഹം നിർമ്മിക്കുവാനും വണ്ടി വാഹന യോഗങ്ങളുമൊക്കെ വ്യാഴം കന്നിരാശിക്കാരെ സംബന്ധിച്ച് നൽകും എന്നുള്ളതാണ്. ഒരുപാട് നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ശരീരത്തിന് ഉണർവും ഉന്മേഷവും ലഭിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അവരിൽ നിന്ന് അപ്രതീക്ഷിത ഗുണഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വ്യക്തികൾ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി മാതാവിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന ഒരു സമയവുമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഉത്തമമായ സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. പ്രധാനമായും ഈ കാലഘട്ടത്തിൽ കന്നിരാശിക്കാർക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ
ദാമ്പത്യ കുടുംബത്തിൽ അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അതിൽ മാറ്റമുണ്ടാകും എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിട്ടുമാറി നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ സംജാതമാകും. ജോലിയുടെ കാര്യകാരണങ്ങൾ കൊണ്ടോ മറ്റു പല കാര്യകാരണങ്ങളാലോ രണ്ടിടങ്ങളിലായി കഴിഞ്ഞു വന്നിരുന്ന ദമ്പതികൾക്കൊക്കെ ഒരുമിച്ച് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ഒരു അവസരമാണ് ഇനി വ്യാഴം നിങ്ങൾക്ക് നൽകുന്നത്. ദമ്പതികളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണഫലങ്ങൾ പരസ്പരം ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന തടസ്സങ്ങളും കാലതാമസങ്ങളും പരിശ്രമങ്ങളും അലച്ചിലുകളും ഒക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അനുയോജ്യമായ മംഗല്യഭാഗ്യം ഈ ഒരു സമയത്ത് കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നതാണ്. പലതരത്തിലുള്ള ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിട്ടുമാറി ആയുരാരോഗ്യ സൗഖ്യം വ്യാഴം നൽകുന്ന സമയമാണ്. പലരും ഈ ഒരു സമയത്തിനുള്ളിൽ ഇനി മുന്നോട്ടാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. അത് നിങ്ങളുടെ കർമ്മമേഖല, ജോലിയിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും എല്ലാം വളരെ വലിയ മാറ്റങ്ങളാണ് ഇനി കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നത്. ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ പൂർണ്ണമായി വിട്ടുമാറി ഒരു നല്ല ജീവിതാനുഭവമാണ് ഇനി മുന്നോട്ട് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി വളരെ വ്യക്തമായി വിശദമായി അറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമായ വ്യാഴം 9ാം ഭാവമായി ഭാഗ്യസ്ഥാനത്ത് പൂർണ്ണ ബലത്തിൽ വാവിന് ശേഷം സഞ്ചരിക്കുന്ന സമയമാണ്. ഇനി മുതലാണ് വൃശ്ചികം രാശിക്കാർക്ക് ആ ഗുണാനുഭവങ്ങൾ ലഭിക്കുക. വ്യാഴമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹവും ധനത്തിൻ്റെ അധിപതിയുമായ ധനകാരകനായ ഗ്രഹവുമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ, പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പരിപൂർണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അടിത്തറ ലഭിക്കുന്ന സമയം. പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ട് അപ്രതീക്ഷിതമായൊരു സാമ്പത്തിക ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അവരവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് നിങ്ങൾ ദമ്പതികൾ തമ്മിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ സഹോദരങ്ങളുടെ ഇടയിലോ ഒക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പരിപൂർണമായി വിട്ടുമാറി നിങ്ങളുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. അതുപോലെ തന്നെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറുന്നതോടുകൂടി സ്വന്തം ബന്ധങ്ങളുമായി നല്ലൊരു സഹകരണം അനുഭവത്തിൽ വരും. ഒരു ഒത്തുചേരൽ, കുടുംബത്തിലൊരു സ്വന്തം ബന്ധങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലുകൾ, സഹോദരങ്ങളുമായിട്ടുള്ള പിണക്കങ്ങളൊക്കെ വിട്ടുമാറുക. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരങ്ങൾ മുഖാന്തരം നിങ്ങൾക്കും ജീവിതത്തിൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഗൃഹപ്രവേശം, വിവാഹം, സന്താനഭാഗ്യം തുടങ്ങിയ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. വിവാഹം കഴിഞ്ഞ് ഏറെക്കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ചികിത്സകളൊക്കെ നടത്തി വരുന്നവരാണെങ്കിൽ അതൊക്കെ പരിപൂർണമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിച്ച് ഈശ്വരൻ പുത്രഭാഗ്യം, സന്താനഭാഗ്യം നൽകുന്ന ഒരു സമയമാണ്. പൂർവിക വഴിയിൽ, പ്രത്യേകിച്ച് പിതാവിൻ്റെ വഴിയിലൊക്കെ പൂർവിക പരമ്പരയിൽ ലഭിക്കേണ്ട ഭൂമിയോ മറ്റു സ്വത്തുവകകളോ ഒക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറേ കാലമായി ഒരു ഭൂമി വിൽക്കാനുണ്ട്. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ജീവിതത്തിലെ ബാധ്യതകൾ തീർക്കണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ച വ്യക്തികളാണ്. പലതരത്തിലുള്ള തടസ്സങ്ങളായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇനി മുന്നോട്ട് ഭൂമി വിൽക്കുവാനും ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിക്കും. നിങ്ങൾക്ക് ഭൂമി വിൽക്കുവാനും വാങ്ങുവാനുമുള്ള യോഗമാണ് ഈ ഒരു സമയം അനുഭവത്തിൽ വരുന്നത്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണമൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും. ഒരുപാട് നാളുകളായി ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന ഭവനം ഒന്ന് പുതുക്കി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങളുടെ കർമ്മം സംബന്ധിച്ച തടസ്സങ്ങൾ, ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു സമയത്ത് വിട്ടുമാറും. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നേട്ടങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക്. ഇതിനു മുൻപ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങളൊരു നല്ല കാര്യം പറഞ്ഞാൽ പോലും മറ്റുള്ളവർ അതിനെ പ്രതികൂലമായി എതിർക്കുന്നൊരനുഭവം ഉണ്ടാകും. നല്ലതുപോലും മറ്റുള്ളവർ സ്വീകരിക്കാത്തൊരവസ്ഥ. ഇനി മുന്നോട്ട് നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്.
സാമ്പത്തിക അഭിവൃദ്ധി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതൊക്കെ പരിപൂർണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുക, അവർക്ക് വിദേശ പഠനം, വിദേശ ജോലി ലഭിക്കുന്ന സമയം, ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം, അവർക്ക് വിവാഹകാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല വിവാഹയോഗം, മംഗല്യഭാഗ്യം ഈശ്വരൻ നൽകുന്ന സമയമാണ്. അകന്നു കഴിഞ്ഞിരുന്ന, വിദേശത്തൊക്കെ വസിച്ചിരുന്ന സന്താനങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്ക് മാതാപിതാക്കളായ നിങ്ങൾക്ക് അവരോടൊപ്പം താമസിച്ച് ചിലവഴിക്കുവാനുള്ള ഒരു അവസരവും അനുഭവവും വിദേശ യാത്രയും ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വരും. വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ, മാറ്റങ്ങൾ, അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ഈ കാലഘട്ടങ്ങളിൽ വൃശ്ചികം രാശിക്കാർക്കുണ്ടാകും. പൊതുവെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖ, മനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് സമയം വളരെ വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആ മാറ്റം കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം മാറുകയാണ്. കേന്ദ്രഭാവത്തിൽ വ്യാഴം ഉച്ചസ്ഥനായി സഞ്ചരിക്കുന്ന സമയം. മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ആദ്യ ഫലമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പരിപൂർണമായി വിട്ടുമാറും എന്നുള്ളതാണ്. ഏത് തരം പ്രശ്നങ്ങളിൽ കൂടെ, മാനസികാവസ്ഥയിൽ കൂടെ, മനോവിഷമങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു മകരം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിനൊക്കെ മാറ്റം വരുന്ന സമയം. നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്ന പ്രകാരം അടിത്തറയ്ക്ക് ഉതകുന്ന തരത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു വേർപാട് അല്ലെങ്കിൽ അകൽച്ച, ഒരു ബുദ്ധിമുട്ടിലൊക്കെ കഴിഞ്ഞിരുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറി സഹോദര ബന്ധത്തിൽ നല്ല ദൃഢത കൈവരികയും സഹോദരങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. അനാവശ്യ അലച്ചിലുകൾ, പരിശ്രമങ്ങൾ, കഷ്ടതകളൊക്കെ പരിപൂർണമായി വിട്ടുമാറും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് മംഗളകരമായി സാധിക്കും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കത് അനുഭവത്തിൽ വരും. അത് ജോലി സംബന്ധമായിട്ടും ഒരു വിദ്യാഭ്യാസ തരത്തിലോ സ്വന്തം ബന്ധങ്ങളുടെ അടുത്തേക്കുള്ള യാത്രയോ അങ്ങനെ പലതുമാകാം. വിദേശ യാത്ര അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഈ സമയത്ത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ വ്യാഴം ഉച്ചസ്ഥനാകുന്നതോടുകൂടി ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരിപൂർണമായിട്ട് വിട്ടുമാറുന്ന ഒരനുഭവം ഉണ്ടാകും. ദമ്പതികളുടെ ഇടയിലുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിലും അതിൽ നിന്നൊക്കെ മുക്തി നേടി ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നേരിട്ടിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വിവാഹ യോഗം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ്. പുനർവിവാഹത്തിനായി കാത്തിരിക്കുന്ന മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ഇത് ഏറ്റവും അനുകൂലമായ സമയമാണ്. പുനർവിവാഹത്തിന് അത്രമേൽ സമയം അനുകൂലമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കർക്കിടകത്തിൽ 7ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് ഉച്ചസ്ഥനാകുന്ന വ്യാഴം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും മാറ്റം നൽകും. അത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ശുഭ ചിലവുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ ലഭിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ശുഭ ചിലവുകൾ വരുന്ന ഒരു സമയമാണ് മുന്നോട്ട്. വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഒരു ഭൂമി വാങ്ങുന്നത് ഒരു ശുഭച്ചിലവാണ്, ഒരു ഗൃഹം നിർമ്മിക്കുന്നത് ഒരു ശുഭച്ചിലവാണ്. അങ്ങനെയുള്ള പല നല്ല മംഗളകരമായിട്ടുള്ള ചിലവുകളും ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരുന്നതാണ്.
മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ആ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കും. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ, സാമ്പത്തിക ഉയർച്ച, സ്വന്തം ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ, വിവാഹം, ദാമ്പത്യത്തിൽ ലഭിക്കുന്ന ഗുണഫലങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന ആ കർമ്മത്തിൽ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം, ആഗ്രഹിക്കുന്ന പോലെ ഉയർച്ചകൾ, അങ്ങനെ എല്ലാ നന്മകളും ഈ ഒരു കാലഘട്ടത്തിൽ വ്യാഴം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകും എന്നുള്ളതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു വന്നിരുന്ന അനാവശ്യ പാഴ്ചിലവുകളും മനപ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വിട്ടുമാറി ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ആരോഗ്യപരമായ സുഖം, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, മനസ്സിന് സ്വസ്ഥത, സമാധാനം, അങ്ങനെ എല്ലാ തരത്തിലും ഒരു നല്ല മാറ്റം, ഗുണഫലങ്ങളാണ് മകരം രാശിക്കാർക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കും. ഓരോ മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും ആ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം കൂടെ ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന എല്ലാ പ്രതിസന്ധികളും പരിപൂർണമായി വിട്ടുമാറുന്നു എന്നുള്ളതാണ്. വ്യാഴം 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത്, ഈശ്വരാനുഗ്രഹം നൽകുന്ന സ്ഥാനത്ത് വാവിന് ശേഷം ഉച്ചസ്ഥനാവുകയാണ്. ചന്ദ്രനാണ് നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി. ആ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായ ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിലാണ് ഉച്ചസ്ഥനാകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മീനം രാശിക്കാരെപ്പറ്റി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തലയിൽ ചുമക്കാവുന്നതിലും കൂടുതൽ ഭാരം വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ചലിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെയാണ് പലരുടെയും ജീവിതവും. ഓരോ മീനം രാശിക്കാരെയും പറ്റി എടുത്തു പറയുന്നില്ല. കാരണം ഓരോ സ്ത്രീ പുരുഷന്മാരും മീനം രാശിയിൽ ജനിച്ചവർ ഏത് പ്രായത്തുള്ളവരാണെങ്കിലും അതിന് തക്ക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്നവരാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ചെയ്യുന്ന ജോലി തൊഴിൽ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, സ്വന്തം ബന്ധങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ, അങ്ങനെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പല വ്യക്തികളും ജീവിതത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് ഈ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ പരിപൂർണമായി വിട്ടുമാറുമെന്നുള്ളതാണ്. ഈശ്വരൻ ആയുരാരോഗ്യ സൗഖ്യം നൽകുന്ന സമയം. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം പരിപൂർണമായി ലഭിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു ജോലിയെ സംബന്ധിച്ച് എടുത്ത് പറയുമ്പോൾ ജോലി നഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്ന സമയമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പുതിയ വഴികളും അവസരങ്ങളും നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകും. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ, ബിസിനസ് മേഖലയിലൊക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു നേട്ടവും മാറ്റങ്ങളും മുന്നോട്ട് ലഭിക്കും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ലഭിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടും. നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടന്നിരുന്ന പല വഴികളും തുറന്നു കിട്ടും എന്നുള്ളതാണ്. പുതിയ അവസരങ്ങൾ, നേട്ടങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല നന്മകളും സംഭവിക്കുന്ന ഒരു സമയമാണ്. അനുയോജ്യമായ വിവാഹയോഗം ലഭിക്കും. മീനം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് സമൂഹത്തിലെ നിലയും വിലയും സ്ഥാനവും ലഭിക്കുക. അവർക്ക് നല്ല ജോലി, നല്ല വിവാഹം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അനുഭവത്തിൽ വരും. സന്താനങ്ങളെ കൊണ്ട് മീനം രാശിക്കാരായ മാതാപിതാക്കൾക്കും പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് മീനം രാശിയിൽപ്പെട്ട പലർക്കും സ്വന്തമായിട്ട് കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന ആഗ്രഹം, ഒരു ഭൂമി വാങ്ങുക എന്ന ആഗ്രഹം സാധിക്കും. ഒരു ഗൃഹം നിർമ്മിക്കുക എന്നുള്ള ആഗ്രഹം, ഇതൊക്കെ സാധിക്കുന്ന ഒരു സമയം. പലർക്ക് വണ്ടി വാഹന യോഗങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അത്രമേൽ സമയം നിങ്ങൾക്ക് വളരെ വളരെ അനുകൂലമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റം ഈ ഒരു സമയത്ത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മീനം രാശിക്കാർക്ക് ഈ ഒരു വ്യാഴം
ഉച്ചസ്ഥനാകുമ്പോൾ കർമ്മസംബന്ധമായ നേട്ടങ്ങളായിരിക്കും ഏറ്റവും ഉത്തമമായിട്ട് അനുഭവത്തിൽ വരിക. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ആ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തുന്ന ഒരു സമയമാണ്. കർമ്മത്തിൽ കൂടെ ധാരാളം സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുക. നിങ്ങൾക്കൊരുപാട് കാലങ്ങളായി നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ലഭിക്കാതിരുന്ന മാറ്റങ്ങളും നേട്ടങ്ങളും ഉയർച്ചകളുമെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. വിദേശ ജോലിക്കൊക്കെ പരിശ്രമിക്കുന്നവർക്കും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു രാജ്യത്ത് നിന്നോ മറ്റൊരു രാജ്യത്തേക്കോ സ്ഥാപനത്തിലേക്കോ ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ സമയം വളരെ അനുകൂലമാണ്. ധൈര്യമായി മുന്നിട്ടിറങ്ങൂ, അതൊക്കെ അനുഭവത്തിൽ വരും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏഴരശനിയിലെ ജന്മശനിയിൽ അനുഭവിച്ചു വന്നിരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരുന്ന ആ കാർമേഘം, ആ മൂടൽ വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് തെളിയുക, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുക. മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയിൽ കൂടെയോ ഏത് പ്രശ്നത്തിൽ കൂടെയോ നിങ്ങൾ കടന്നു പോകുന്നവരായിക്കൊള്ളട്ടെ, അതിനൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഈ സമയത്ത് വന്നു ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഈശ്വരാനുഗ്രഹം തെളിച്ചമുണ്ടാകും. അത് ജോലിയിലും ആരോഗ്യത്തിലും ദാമ്പത്യത്തിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാത്തിലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. മീനം രാശിക്കാരെ സംബന്ധിച്ച സമയം അത്രമേൽ അത്യുത്തമമാണെന്ന് ഒറ്റ വാക്കിൽ പറയാം. ഇനി മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നതോ മുന്നോട്ടുള്ള ജീവിതമോ ഭാവിയെപ്പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.